ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്ന പോത്തും കുട്ടികളാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം 12 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2, 4, 6 എടുക്കുകയാണെങ്കിൽ 12 റുപ്യക്ക് സാധനം കിട്ടും. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ മൂരിക്കുട്ടികളാണ്, നല്ല എടുത്ത് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി മൂരിക്കുട്ടികൾ. ഇതിപ്പോൾ എന്താ വില പറഞ്ഞതൊക്കെ? ഇതൊക്കെ 12 റുപ്യ 12. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ 12 റുപ്യാണ് ഇപ്പോൾ വില പറയുന്നത്. കണ്ടല്ലേ, 10 രൂപയുടെ സാധനങ്ങളുണ്ട്, 12 രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 മൂരികളുണ്ട്. അതെങ്ങനെ വില പറഞ്ഞത്? എത്ര? 30. അപ്പോൾ അത് ഈ രണ്ടെണ്ണം ഏകദേശം 30 റുപ്യാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിനും ഒന്നിച്ചെടുക്കണം. ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ 30 റുപ്യക്ക് സാധനം കിട്ടും. ഇത് 10 റുപ്യ കൊടുക്കാം അല്ലേ? ഇപ്പൊ ഇത് നമ്മളെ സൺലേട്ടനാണ്. സൺലേട്ടാ, നിങ്ങൾ എവിടുന്ന് വരുന്നേ? കണ്ണൂരിന്ന് വരുന്നത്. സാധനങ്ങൾ എടുത്താ? 10. എന്താ എടുത്ത്? പോത്തുകുട്ടികള്. 10 പോത്തുകുട്ടികൾ എടുത്തിട്ടുണ്ട്. എവിടെ സാധനം? എവിടെ മാറ്റി കെട്ടിയെടുക്കാം? അതാ അവിടെ ആലയിൽ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ സനലേട്ടൻ വാങ്ങിച്ചു കെട്ടിയുള്ള സാധനങ്ങൾ. കണ്ണൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 10 എണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ട് സനലേട്ടൻ. 10 വാങ്ങിയിട്ടുണ്ട്. സനലേട്ടന് കച്ചവടമാണോ? ഇറച്ചി പരിപാടി. ഒറിജിനൽ പോത്തിറച്ചി. അപ്പോൾ കണ്ണൂർ വരികയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ കന്നുകാലി ചന്തകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതേപോലെ ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളെ ചന്തയിൽ ഇന്ന് വന്ന പോത്തും കുട്ടികളാണ്. പോത്തും കുട്ടികളൊക്കെ നല്ല നല്ല അടിപൊളി സാധനങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. നല്ല എടുത്ത് വളർത്താൻ പറ്റിയ കഴിഞ്ഞ് സാധനം കഴിഞ്ഞില്ലേ? ഒക്കെ കഴിഞ്ഞ്. ഇതിപ്പോ എങ്ങനെയാ വില പറഞ്ഞ നിങ്ങള്? എത്ര? 25. എത്ര എണ്ണം ഉണ്ട്? 6 മൊത്തം എടുക്കണേ എന്തെങ്കിലും കുറയോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ എല്ലാ ആഴ്ചയിലും വരാറുണ്ട് അവിടെ? എല്ലാ ആഴ്ചയിലും വരാറുണ്ട്. നിങ്ങളെ പേരെന്താ? സുബൈർ. ഇപ്പം ഇത് സുബൈർക്കാണ്. സുബൈർക്ക് എല്ലാ ആഴ്ചയിലും വരാറുണ്ട്. ഇന്നത്തെ റേറ്റ് ഇപ്പോൾ ഇതിന് ഒന്നിന് 25 റുപ്യ പറഞ്ഞിട്ടുണ്ട്. 6 എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ റേറ്റ് കുറയ്ക്കും. ഇനി അതിലും കൂടുതൽ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇനിയും കുറയും അല്ലേ? ആവശ്യമുള്ള ആളുകൾ നേരത്തെ കാലത്ത് വരിക. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഒരു പോത്തിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അത്യാവശ്യം കുറച്ച് വലിയ പോത്ത് ഇവിടെ ഉണ്ട്. വലിയ പോത്ത്. ഇതെങ്ങനെയാ വില? എന്താ പറഞ്ഞത്? 1.25. ഇതും 3 പോത്താ? ഇപ്പൊ ഇതിന്റെ വില ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വലിയ പോത്തും അവിടെയുള്ള ആ രണ്ട് പോത്തും കൂടിയിട്ട് വില പറഞ്ഞുള്ളത് 1.25. ഇപ്പോൾ 1.25 മുതലുണ്ടോയെന്നുള്ളത് നിങ്ങൾ നോക്കുക. 1.25 മുതലുണ്ടോയെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കന്നിൻ്റെ കച്ചവടം കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാണ് അല്ലേ? കച്ചവടം കഴിഞ്ഞ് പൈസ ഉണ്ടാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മളെ ഹൈറ്റ് കുറഞ്ഞ മൂല്യമാണ്. നല്ല കിട്ടില്ല സാധനങ്ങൾ അല്ല. നല്ല ഹൈറ്റ് കുറഞ്ഞ, അധികം തൂക്കം ബോഡി വെയിറ്റ് അധികം വേണ്ട എന്നുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. അല്ല, നല്ല ഇറച്ചിക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ കാളകൂട്ടുകാളയുടെ കാളയാണ് വന്നിട്ടുള്ളത്. കാളകൂട്ടുകാളയുടെ 2 എണ്ണം ഉണ്ട്. ഇതിനെന്ത് വില പറഞ്ഞെന്നുള്ളത് അറിയില്ല. ഇത് ആരുടെയെന്ന് അറിയില്ല, ചോദിക്കാം. അല്ല, 2 ജോഡിയാണ് സാധനം. ജോഡിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2നും കൂടിയിട്ട് ഇപ്പോൾ എന്ത് വില കൊടുക്കാന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യാട്ടോ. ഈ 2നും കൂടിയിട്ട് എത്ര രൂപ നമുക്ക് കൊടുക്കാന്നുള്ളത്. കാളകൂട്ട് കാളയുടെ ഏകദേശം കച്ചവടം ആയോന്നറിയില്ല. കച്ചവടം ആയാ? ആയിട്ടില്ല. കച്ചവടം ആയില്ല.
കണ്ടാ വില കൊണ്ട് ഒത്തിട്ടില്ല സാധനം കണ്ടാ. അല്ല ഏട്ടം വലവും കെട്ടാൻ പറ്റിയ നല്ല സാധനങ്ങളാണ്. വില കൊണ്ട് സെറ്റായില്ല. നിങ്ങൾ എത്ര രൂപ ചോദിച്ചു? ഞാൻ 35. രണ്ടും കൂടിയിട്ട് എത്ര രൂപയ്ക്ക്? 35. 36 പിടിച്ചിട്ട് കൊണ്ടേക്കോളി അല്ലേ, സാധനം കൊണ്ടേക്കോളി. ആ ഇനി ഇതേപോലെ ഒരു മുതൽ ഇനിയിപ്പോ ഈ അടുത്ത കാലത്തൊന്നും കിട്ടൂല. ആ ഇനി ഇതേപോലെ ഒരു മുതൽ ഇനി അടുത്ത ആഴ്ചയിലൊന്നും വരും തോന്നുന്നില്ല. ആ അതാണ്. അപ്പോൾ ഇത് ഈ രണ്ടിനും കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം 35 ഉറുപ്പ്യൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവർക്ക് 36 ഉറുപ്പ്യ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. വിനാനിക്ക ഇന്നിപ്പോൾ സാധനങ്ങൾ എന്തൊക്കെ എടുത്ത്? സാധനങ്ങൾ ഒരു 4 പോത്തും കുട്ടികളെടുത്ത്, ഒരു മുരിക്കുട്ടി എടുത്ത് കണ്ണൊക്കെ കഴിഞ്ഞപ്പോൾ സാധനം കാലിയായി. ചടപടയെന്നിട്ട് സാധനം കാലിയായി. അതാണ് നമ്മളെ കൊല്ലനൂർ ചന്ദന വൃത്തിയത് അല്ലേ? വൃത്തിയുണ്ട്. അതാണ് ചെരുപ്പിടാതെ ചന്തയിൽ ഇളക്കാം. അതാണ് ചന്തയുടെ പ്രത്യേകത. കണ്ടല്ലേ, നമ്മൾ വെറുതെ പറഞ്ഞല്ല, ഇവിടെ ചെരുപ്പിടാതെ ചന്തയിൽ ഓടിച്ചാടി നടക്കുക. അതാണ് നമ്മൾ ഈ ചന്തയുടെ പ്രത്യേകത. അതാണ് അതായത് ഇവിടെ നേരത്തെ വാങ്ങിക്കാൻ വരണമാണെങ്കിൽ നേരത്തെ കാലത്ത് വരണോ, കാരണം സാധനം ചടപടയാന്നിട്ട് കാലിയാവും. ഇതിപ്പോൾ ഇവിടെ വന്നുള്ള കാളകളാണ്, വണ്ടിക്കാളയാണ് സംഭവം. അതിൻ്റെ വണ്ടിക്കാള നടക്കുന്ന അതിൻ്റെ ഷോൾഡർ കണ്ടില്ലേ, ഷോൾഡറിൽ ആ അടയാളം വന്നിട്ടുണ്ടാവും വണ്ടിയുടെ സാധനങ്ങൾ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ ആളവിടെ കാണാനില്ല. വേറെ എന്താ നോക്കാം. നമ്മളപ്പോൾ വലിയ രണ്ട് കാള കച്ചവടമായി എന്ന് തോന്നുന്നു. കച്ചവടമായോ? എത്ര അടുത്ത്? 1,00,000 ഉറുപ്പ്യക്കാണ് ഇപ്പോൾ ഈ 2 എണ്ണം ഇപ്പോൾ കച്ചവടമായി പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഈ മൂരികൾ കച്ചവടമായിട്ടില്ല. നല്ല ഒറേഷ്യ മാടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല പയ്യുണ്ട്. ആ ഒരു സെക്ഷനിൽ ബൈക്കുകളൊക്കെ ഈ സെക്ഷനിലാണ് ഉണ്ട്. കച്ചവടം ഏകദേശം കഴിയാനായിരിക്കും. ഇപ്പം ഒരു പയ്യൻ്റെ കച്ചവടം പൈ പാല് കറന്നു നോക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കുകളൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കറന്നു നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അതിൽ കറന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ വില ഇതെന്താ നിങ്ങൾ വില എന്താ പറയുന്നത്? 25 ഉറുപ്പ്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ 20 ഉറുപ്പ്യക്ക് പറഞ്ഞിട്ട് നിൽക്കുന്നു. 20 ഉറുപ്പ്യക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കച്ചവടമാക്കി സാധനം കൊണ്ടുപോകും. അങ്ങനെയാണ് ഇപ്പൊ കച്ചവടത്തിന്റെ ലെവല് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇപ്പൊ കച്ചവടം ആൾക്കാർ വന്നും പോയോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും പൈക്കൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ ചന്തയിൽ വാങ്ങിച്ച് കിട്ടിയിട്ടുള്ളതാണ്. നേരത്തെ കാലത്ത് തന്നെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ച് കിട്ടിയുള്ള കന്നുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മേലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൈക്കള്, മൂരികൾ അല്ല, നല്ല തമിഴ്നാട് മൂരികളാണ് ഇപ്പോൾ ഇവിടെ മാറ്റി കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം കച്ചവടമായിട്ടുള്ള സാധനങ്ങളാണ്. ആ ഒരു സെക്ഷനിലും പശുക്കളാണ്. ഏകദേശം കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ അടുത്ത കച്ചവടം നടന്ന് പൈസ കൊടുക്കുന്നുണ്ട്. റെഡി ക്യാഷ് പരിപാടിയാണ് ഇവിടെ. റെഡി ക്യാഷ് ആയതുകൊണ്ട് വിലയും കുറവ് കിട്ടും. ഇപ്പോൾ അടുത്ത ലോഡ് കയറി പോണു. പോണ്. ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ കന്നിനെടുക്കാൻ വന്ന വണ്ടികളാണ്. ഏകദേശം വണ്ടികളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കച്ചവടം കഴിഞ്ഞ് കാശ് അതാണ് 20,000-നൊക്കെ നല്ല അടിപൊളി വൈ കിട്ടും. ഇപ്പോൾ ഈ പശുക്കളൊക്കെ ഏകദേശം 25 ഉറുപ്പ്യ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 എണ്ണത്തിന് എടുക്കുകയാണെങ്കിൽ എത്ര റേറ്റ് കൊടുക്കും നിങ്ങൾ?
24 23 നടക്കോ? 22 നടക്കോ? 22 രൂപ കൊടുക്കാം ഒക്കെ കൊടുക്കാം. അപ്പൊ 4 എടുക്കുകയാണെങ്കിൽ 22 റുപ്യ. അതന്നെ മഴ വന്നു ചന്തയിൽ ഇങ്ങനെ മഴ വന്നും പോയോണ്ടിരിക്കുന്നു. നല്ല എടുത്ത് വളർത്താൻ പറ്റിയ നല്ല പോത്തുംകുട്ടികളാണ്. നല്ല അട്ടിപ്പം പോത്തുംകുട്ടികളാണ് സാധനം. ഏകദേശം ഒരു 66 റുപ്യ വരെ അതിന് വില പറയുന്നുണ്ട്. 60 to 66 ഉള്ളിൽ നിങ്ങൾക്ക് വില പേശിയാൽ ഈ സാധനത്തിന് കിട്ടും. എന്താ കുളമ്പ് കാലൊക്കെ നല്ല വണ്ണമുള്ള ജാതി സാധനങ്ങളാണ്. അതല്ലേ നെറ്റി വിരിവുണ്ട്. അതേപോലെ തന്നെ കാലിൻ്റെ കുളമ്പും കാലൊക്കെ നല്ല വണ്ണമുണ്ട്. നോക്കിയുണ്ടാക്കിയാൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഏകദേശം കച്ചവടമായി ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വാങ്ങിക്കാൻ വന്ന ആളുകളുടെ വണ്ടികളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പശുക്കൾ കച്ചവടമായിട്ട് അതാ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ കച്ചവടം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വില അത്രയും ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ലോഡ് അതാ കയറിപ്പോണ്ട്. അപ്പോൾ അടുത്ത കച്ചവടം നടക്കുന്നത്. ഇതാണ് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില പേശി വാങ്ങിക്കണം. നല്ല പിടിയും വലിയിലും വില പേശി വാങ്ങിക്കണം. അതാണ് കച്ചവടം. സെറ്റായില്ല സാധനം സെറ്റായില്ല. ഏകദേശം തെറ്റായി വരുന്നുണ്ട്. സാധനം കച്ചവടമായി. ഇപ്പോൾ ഈ 2 മൂരിക്കുട്ടികളാണ് ഇപ്പോൾ കച്ചവടമാക്കുന്നത്. കാണാൻ കുഴപ്പമില്ലാത്ത സാധനമാണ്. അത് വില പറയുന്നുണ്ട്. വില സെറ്റായില്ല. ഇപ്പം ഈ 2 എണ്ണത്തിന് എത്ര ഉറുപ്പ് കിട്ടും എന്നുള്ളത് വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. അടുത്ത കച്ചവടം നടക്കുന്നു. 3, 2, 5 4 പശുക്കൾ, ഒരു കാള. വില പേശിക്കൊണ്ടിരിക്കുന്നു. അത് കച്ചവടമായി. ഇത് കച്ചവടമാക്കാനുള്ള വണ്ടിയിലാണ്. അടുത്ത ലോഡ് നടക്കുന്നത്. ഇത് കച്ചവടം. കച്ചവടം സെറ്റായില്ല. അടുത്ത ഒരു പിടിവലി കച്ചവടം നടക്കുന്നത്. മൂരിക്ക് കച്ചവടമാണ്. ഈ 3 എണ്ണം ഈ 3 എണ്ണത്തിൻ്റെ കച്ചവടമാണ്. 3 മൂരിയുടെ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. 3 മൂരി വില പറഞ്ഞ് ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് നിൽക്കണം.
വില 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 പേശിക്കൊണ്ടിരിക്കുന്നു. സാധനം കച്ചവടം, സാധനം കച്ചവടമായി. അതാണ് 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 ഇതാണ് കച്ചവടം, ഇതാണ് കച്ചവടം. അതന്നെ ഇവിടെ അടുത്ത കച്ചവടം നടന്ന് പൈസ കൊടുക്കുന്നു. അടുത്ത കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വാങ്ങിച്ച ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വണ്ടികളൊക്കെ ഏകദേശം ഫുള്ളായി തുടങ്ങി. ഈ പോത്തുംകുട്ടിയുള്ള കച്ചവടമാണ് ഇപ്പോൾ. തരുന്നില്ലല്ലേ? അടുത്ത കച്ചവടം കച്ചവടം വില പേശോണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സെറ്റായി, കച്ചവടമായി. ഇപ്പോൾ പോത്തിപ്പോൾ കച്ചവടമായി. ഇതിപ്പോൾ വില ഏകദേശം എന്ത് വില കിട്ടുന്നറിയില്ല. കമൻറ്റ് ചെയ്യാം. വില പേശി മേടിക്കല്ലേ? വില പേശി മേടിക്കുക. അതാണ് കൊല്ലന്നൂർ ചന്ത. ഇപ്പം അടുത്ത ലോഡ് നിറഞ്ഞു കിടക്കണില്ലേ? വണ്ടികൾ വരിക്ക് വരികയാണ്. വരിക്ക് ലോഡ് നിറച്ച് കൊണ്ടുപോകണം വണ്ടികൾ. ഇപ്പം അണ്ണന്മാരൊക്കെ ഇതാ കച്ചവടമായി സന്തോഷമായിട്ടാണ് പോണത്. അപ്പം അടുത്ത ലോഡ് അതാ കയറി പോണു. ഇപ്പൊ ഒരു കച്ചവടം നടന്ന് പൈസ കൊടുക്കുന്നത്. അതാണ് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം ബാർഗൻ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു ലോഡ് സാധനം അതാ കയറിപ്പോണു. നിങ്ങൾ ദൂരമായിക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ചന്തയിൽ ഒരു ദിവസം വന്ന് നോക്കുക. വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വിലയാണെങ്കിൽ സാധനം എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് വണ്ടി വാടകയ്ക്ക് കൊണ്ടുപോകുക. ചന്ത ഓക്കെയാണ് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ട് കൊല്ലന്നൂർ ചന്തയാണ്. കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിലും നമ്മുടെ മലപ്പുറം എടപ്പാള് ചങ്ങനകുളത്തിന് നടുവട്ടത്തു നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലന്നൂർ ചന്തയാണ്. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയാണ് ചന്ത നടക്കുന്നത്. തിങ്കളാഴ്ച ഏകദേശം രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കച്ചവടം തുടങ്ങും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സാധനത്തിന് മേടിക്കുക. മാക്സിമം വില ബാർഗൻ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.